മനുഷ്യരെ പാദയാത്രയ്ക്ക് ഫുട്ബോൾ കളിക്കുന്നോ? ഫുട്ബോൾ കളിച്ചെല്ലാം പൂജം ഞാൻ മന്ത്രിയായി, ആരോഗ്യ വകുപ്പ് മന്ത്രിയായി. വെളുപ്പംകാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ? ഫലിക്കും. അതിന് പ്രതിപക്ഷം മുഴുവൻ ചത്തൊടുങ്ങണം. ഒരു പക്ഷവും ചത്തൊടുങ്ങണ്ട. നീ നോക്കിക്കോ, ഈ വാമനപുരത്ത് സർവീസ് നടത്താൻ ഒരു ഉടങ്കൊല്ലി ബസ്സെങ്കിലും ഞാൻ ഇറക്കിയിരിക്കും. ഇറക്കും. കഴിഞ്ഞ 6 തവണയായിട്ട് നിങ്ങൾ ഇറക്കുന്നതല്ലേ? അതിൽ ഒരെണ്ണമെങ്കിലും വാമനപുരം നിരത്ത് കടന്നിട്ടുണ്ടോ? കടന്നിരിക്കും. ഇല്ലെങ്കിൽ ഈ ഗോപാലൻ നായർ കടത്തിയിരിക്കും. ഈ പഞ്ചായത്തിൽ എത്ര ദൂരം ടാർ ഇടാനുണ്ടെന്നറിയോ? എത്രയാ? 30 കിലോമീറ്റർ. അതിന് ഈ റൂട്ടിൽ ഏതെങ്കിലും ഒരു ബസ് ഓടി തുടങ്ങിയാൽ ഉടനെ ടാറിങ്ങിനുള്ള അപേക്ഷ ഞാൻ കൊടുക്കും. എവിടെ? യാത്രാ ക്ലേശം കാണിച്ച് ടാറിങ് നടത്തി 1 കിലോമീറ്ററിന് 1.5 ലക്ഷം രൂപയെങ്കിലും ഞാൻ അടിച്ചു മാറ്റും. അങ്ങനെ MLA ആകാനുള്ള മൂലധനം ഞാൻ കണ്ടെത്തിയിരിക്കും. മോഹം കൊള്ളാം. ഇത് വെറും മോഹമല്ല, നടക്കാൻ പോകുന്ന കാര്യം തന്നെയാ. നീ കണ്ടോ? നീ കിടക്ക. വേണ്ട, ഞാൻ തറയെ കിടന്നോളാം. ഒരു മന്ത്രിയായി ആചാരവെടികളോടെ മരിക്കണമെന്നാണ് എൻ്റെ ജീവിതാഭിലാഷം. അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണം പ്ലീസ്. 33 കോടി ദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ചന്ദനത്തിരി കത്തിക്കാൻ എനിക്കാവില്ല. ഉള്ള പുകയും മണവും കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആണ്ടവനെ മുരുക, നിനക്ക് സ്വന്തമായി ഒരു മയിൽവാഹനം ഉണ്ടല്ലോ, അതുപോലെ ഈ ഉള്ളവർ ഒരു അംബാസഡർ സ്റ്റേറ്റ് കാർ അനുവദിച്ച് തരണം. വാമനപുരം റോഡിൽ ഒരു ബസ് ഇറക്കി തരണം. ബസിന്റെ റൂട്ടും എൻ്റെ കാറിന്റെ റൂട്ടും നീ ക്ലിയർ ആക്കി തരണേ. സ്റ്റേറ്റ് കാറായ നമഃ, സ്റ്റേറ്റ് കാറായ നമഃ, സ്റ്റേറ്റ് കാറായ നമഃ. അങ്ങനെ 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 എന്തുവാടാ? ഇലക്ട്രീഷ്യൻ വന്നോ? വന്ന് അനങ്ങുന്ന ജീവി ഏതാടാ? അയ്യോ, അമ്മായിച്ചനല്ലേ? രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുക. കേളവൻ ജോലി ഉണ്ടാക്കും. തെങ്ങിന്റെ ഒട്ടിന്ന് മാറി നിൽക്ക്. ഇത്രയും വില കുറഞ്ഞ സാധനം തലയിൽ വീണ് ചത്തുപോയെന്ന ചീത്തപ്പേരുകൂടി കേൾപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നിനക്ക് നല്ല പേരാ. വയസ്സ് 10-70 കഴിഞ്ഞു. സ്വന്തം ശവക്കല്ലറയും കെട്ടി കാത്തിരിക്കുക. അവസാനം നാട്ടുകാര് മമ്മി മാമൻ എന്ന ഇരട്ട പേര്. അതെന്താ ഈ മമ്മി മാമൻ? എടാ, അത് ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവങ്ങളുടെ പേരാ, അല്ലാതെ പെറ്റമ്മയല്ല. അയ്യേ, ഇത് ശവം. ശവം. ഷഷ്ടി പൂർത്തിക്ക് മുമ്പേ ഓരോരുത്തർ തട്ടിപ്പോയി എന്ന വാർത്ത കേൾക്കുമ്പോ കൊതി. അതിനും വേണം ഒരു യോഗം. അങ്ങനെ ഇലക്ഷൻ അല്ല, ഇലക്ട്രീഷ്യൻ. താനിവിടെ ചെരച്ചോണ്ടിരിക്കുകയാണോ? ചെറുക്കാതെ പിന്നെന്താ, ഇവൻ കളക്ടർ ഉദ്യോഗത്തിന് പോകൂ? പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? എല്ലാവരും കൂടി ഇവിടെ സഭ കൂടി ഇരുന്നോ? ദേ, ആണുങ്ങൾ 9-ാം വാർഡിലെ കിണർ ഉദ്ഘാടിക്കാൻ പോകുന്നു. ജനങ്ങള് പിരിവെടുത്തുണ്ടാക്കിയ കിണറാ അവന്മാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സഖാവെ, അത് കലക്കിയേ പറ്റൂ. പിന്നെ കാലക്കാലം കൂടി ചെന്നാലും മതി. കലക്കോടോ കലക്കും. അവന്മാരുടെ ബസ്സിറക്കാനുള്ള ശ്രമം 6 പ്രാവശ്യം ഞങ്ങൾ കലക്കിയതാ. പിന്നെ ഈ കിണറ് ഇതും കലക്കും. കലക്കുക മാത്രമല്ല, ആ കലക്ക വെള്ളത്തിൽ ഞങ്ങൾ മീൻ പിടിക്കുകയും ചെയ്യും. വാടാ രാജപ്പ. അല്ല, എനിക്ക് ഒരു ബാക്കി താൻ തന്നെ ഇവിടെ ഇരുന്നങ്ങ് പഠിച്ചോ. അല്ല, ഓണത്തിന്റെ ഇടയിലെ പൊട്ട് വെച്ചോടോ. രാജപ്പ പഠിക്കാനോ? 9-ാം വാർഡിൽ പുതുതായി കുത്തിയ പഞ്ചായത്ത് കിണർ ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോപാലൻ നായരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ആദ്യമായി കുത്തിയ പൊതുകിണർ ഭരണപക്ഷത്തിന്റെ സുവർണ നേട്ടമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്നല്ല, 1000 കിണറുകൾ കുത്തി ഈ പഞ്ചായത്തിൽ കിണറുകളുടെ ഒരു മായ പ്രപഞ്ചം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഉച്ചസ്ഥര ഉദ്ഘോഷിക്കുന്നു. കിണർ കുത്താൻ എവനാര്? കോളക്കമ്പിന് മുതലാളിയാ? ഈ കിണറ്റിൽ നിന്നും 1 ബക്കറ്റ് വെള്ളം ഞാൻ കോരിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. കാണുന്നില്ലല്ലോ. പ്രശ്നമാവും. അയാള് പ്രതിപക്ഷത്തിന്റെ ആളാ. ഉള്ളവില്ലാത്ത കണക്കാ. പ്രസിഡന്റ് ധൈര്യമായിട്ട് ഉദ്ഘാടിച്ചോ. എല്ലാവരും വരീൻ വരീൻ. ഇത് കലക്കണവാ. അത്രയൊന്നും വേണ്ട.
പഞ്ചായത്ത് പ്രസിഡന്റേക്ക്, നമ്മുടെ പ്രസിഡന്റേക്ക്, കണ്ണിനുണ്ടി പ്രസിഡന്റേക്ക്, സ്വന്തം പ്രസിഡന്റേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റേക്ക്, നമ്മുടെ പ്രസിഡന്റേക്ക്, വീര പ്രസിഡന്റ് ധീരതയോടെ വലി. ഇതെന്താ പെരുന്തച്ഛന്റെ പാവയോ? പെരുന്തച്ഛന്റെ പാവയൊന്നും അല്ലടോ, ഇത് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ പാരയാ. ഈ കിണർ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിക്കോ, അല്ലെങ്കിൽ താൻ വിവരം അറിയും. എടാ ക്രിമി മത്താപ്പേ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നാട് ഭരിക്കും, നാട് ഭരിക്കും. കള്ള ഗോപാലൻ ഓടി ഒളിക്കും, കള്ള ഗോപാലൻ ഓടി ഒളിക്കും. സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. എന്നാ നീ പാതാളം വരെ പോയിട്ട് വാടാ. നമ്മൾ ബസ്സാപ്പിനെ തള്ളിയിക്കടാ, അവനെ വെറുതെ വിടരുത്. ഈ പലഹാരത്തേലുള്ള ആദ്യത്തെ കടി എന്റെ മരുമകനുള്ള ചെക്കിട്ടത്തടിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് സൂഹിച്ച് നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇപ്പൊ നിന്റെ തന്തയുടെ മുഖം ശരിക്കും ഒരു മമ്മി പോലില്ലേ? ഈജിപ്തുകാര് കണ്ട ഇയാളെ ഇപ്പൊ തന്നെ പൊക്കിയെടുത്ത് പിരമിഡിനകത്താക്കും. ഇയാള് കുഴിച്ച കുഴി വെറുതെയാവും. നമുക്ക് ആ കുഴിയിൽ വാഴ വെക്കാം, അല്ലയോ? അതോ ചേമ്പ് വെക്കണോ? അതോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് മിണ്ടണം തന്നെ. എനിക്ക് ഇതേ ആശുപത്രിയിൽ, ഇതേ മുറിയിൽ, ഇതേ ബെഡിൽ, ഈ അവസ്ഥയിൽ തന്നെ കിട്ടിയല്ലോ. ദൈവം എന്റെ കൂടെ ആടോ കളവാ. നിങ്ങൾ ചിലക്ക് അത് ബില്ല് കൊണ്ട് അടച്ചിട്ട് വാ. 12,785 രൂപ. ആഹാ, ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷത്തോടെ പണം ചെലവാക്കുന്ന ദിവസമാണ് ഇന്ന്. അമ്മായിച്ചനെന്തോ അപകടം പറ്റി? എവിടെ സമൂസയാണെന്ന് കരുതി പന്നിപ്പടക്കുന്നു. ജീവന് വല്ലതും? ഒന്നുകൂടെ തിന്നിരുന്നെങ്കിൽ കുഴികുത്തി കാത്തിരിക്കുന്ന അവസാനിപ്പിക്കാൻ വരുന്നു. വേസ്റ്റ് ആയി പോയി. അമ്മായിച്ചൻ പ്രസിഡന്റിന്റെ ആണെങ്കിലും ഞാൻ കണ്ടിട്ട് വരട്ടെ. ആ ശരി ശരി വെച്ച. മക്കളുടെ പേര് മാറ്റി. പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഇതെന്റെ മൂത്ത മകൾ ഷക്കു, ഇളയ മകൾ തങ്കപ്പ സാറേ, റൂട്ട് ബസ് കിട്ടി. കിട്ടിയതായിരുന്നോ? സാക്ഷാൽ പടക്കുതിര. പടക്കുതിര? അതെ, പടക്കുതിര തന്നെ. അവരെ അറിയാലോ. ഒരു റൂട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ബസ് അവർ പിൻവലിക്കാറില്ല. സത്യമാണോ ഇതെല്ലാം? അതെ സാറേ, അവര് തിങ്കളാഴ്ച മുതൽ ഓടി തുടങ്ങാമെന്ന് വാക്കും തന്നു. പടക്കുതിര. അതെ അതെ, ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. തിരിച്ചു വിളിക്കാം. ആരോ കുടുങ്ങി. അയ്യോ കുളിര്. അതൊന്ന് വരയ്ക്കുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യടാ. സ്വിച്ചില്ല, 24 മണിക്കൂറാ. എന്തെങ്കിലും എടുത്ത് കണക്ഷൻ പിടിക്കടാ. എടാ മണ്ട, ഉണക്ക മടലോ മുളയോട് കണക്ഷൻ പിടിക്കടാ. പിടി. പ്രസിഡന്റ്, ആ പ്ലാവിന്റെ ചില്ല വെട്ടി മാറ്റാതെ ബസ് ഒരടി മുന്നോട്ട് പോവില്ല. കുര്യപ്പ, നമുക്ക് ആ ചില്ല അങ്ങ് വെട്ടി മാറ്റാം. അതാ കുമാരന്റെ കൊമ്പാ, പ്രശ്നാവൂ? എന്ത് പ്രശ്നം? ഇത് നാട്ടുകാരുടെ ആവശ്യമല്ലേ? നീ ധൈര്യമായിട്ട് വെട്ടിക്കോ കുര്യപ്പ. വെട്ടാം, പക്ഷെ ഞാൻ തന്നെ വെട്ടണോ? നിനക്കെന്താ പേടിയാവുന്നു? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ ദൗത്യം നിർവഹിക്കാം. വെട്ടുകത്തെടുത്തോ. വരാ വരാ. ചക്കൊന്നും മുഴുപ്പ് പോരാ. കുര്യപ്പാ, കടക്കിൽ വെച്ച് തന്നെ വെട്ട്. നല്ല വരിക്കാണെന്ന് തോന്നുന്നു. വരിക്കാണെങ്കിലും കുഴിക്കാണെങ്കിലും വെട്ടറാ. തള്ളിവിടും.
നിർത്ത്. ഈ വെട്ടിയെത്തിയായിട്ട് എന്താണ് ഉദ്ദേശം? അത് ഇതിന്റെ കൊമ്പ് വെട്ടാൻ പറഞ്ഞു. ഇതിന്റെ കൊമ്പ് പൊട്ടി നിന്റെ അമ്മൂമ്മയ്ക്ക് ശവപ്പെട്ടി പണിയാണ്. അവന്റെ അമ്മമ്മ പറയരുത്. ഇതിന്റെ കൊമ്പ് മുറിക്കാതെ പടക്കുതിരക്ക് പായാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. അയ്യടാ, ഒരു പ്രജാതൽപരൻ. അതെ, ടാറിങ്ങിലൂടെ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു വെത്താൻ വേണ്ടി അല്ലേടാ കോപ്പേ നീ ഈ പാട്ടവണ്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ടാറി നടത്തുന്ന ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ ബാഹുലയ? അയ്യടാ, നിങ്ങളെങ്ങനെ വികസിപ്പിച്ച് ഉണ്ടാക്കണ്ട. പറഞ്ഞത് കേട്ടാ? എന്റെ കൈമടക്കെടുത്തത് 16 വർഷമായിട്ടും ഭരിക്കാൻ കിട്ടാത്തതിന്റെ വിറയില്ല അയാൾക്ക്. വിറയ്ക്കുന്നത് കുളിര് കൊണ്ടാണ് ആ ഷക്കീലെ പ്രാന്ത. ചങ്കുറപ്പണെങ്കിൽ ഒന്ന് കാണട്ടെ. ദാ പിടി, വെട്ട്, വെട്ടടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചങ്കുറപ്പുണ്ട്. വെറുതെ വെറും വയറ്റിൽ വാശി പഠിപ്പിക്കാണ് ഗോപാല. ഈ ഒരു കൊമ്പ് മാത്രം വെട്ടിമുറിച്ചത് കൊണ്ട് ഇതിലെ ബസ്സൊന്നും ഓടാൻ പോകുന്നില്ല. എന്നാൽ ആ കൊമ്പ് മുറിക്കാം. എടാ കോപ്പേ, ഞാൻ ആസ്മാവല്ലുള്ളവനാ. ഈ ബസ് ഇതിലെ ഓടി ഒരു പൊടി എങ്ങാനും പറഞ്ഞാൽ അടിച്ചതിന്റെയൊക്കെ ഷേപ്പിനെ മാറ്റും, ഈ ബസ് കത്തിക്കും. വലിവോ? എവിടെ നിന്നിട്ട് വലിക്കാൻ? ഇത്രയും നാൾ ഇല്ലാതിരുന്ന വലിവ് തനിക്ക് ഇപ്പൊ എവിടുന്ന് വലിഞ്ഞേറി വന്ന്? എങ്ങനെ വലിഞ്ഞു കയറി വരാതിരിക്കും? പഞ്ചായത്ത് മുഴുവൻ മൺറോഡുകളല്ലേ. ഇപ്പൊ ജലിക്കുന്ന പീക്കേറി കൊച്ചിന് പോലും വലിവ് വരും. മാത്രമല്ല വിഷപ്പുക വരുത്തി ഈ വാമനപുരത്തെ മറ്റൊരു പ്ലാച്ചുമടയാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പ്ലാച്ചിപടയിൽ വെള്ളമാടാ വേണ്ട. മുടന്തൻ ന്യായങ്ങൾ നിരത്തി പടക്കുതിരയെ തടയാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. എന്താ ഭീഷണിയാണോ? കുര്യപ്പ, മുറിച്ചു മാറ്റടാ കൊമ്പ്. ചങ്കൂറ്റോണ്ടെ തടയടാ പാട്ടിയെ. ഒറ്റ പൊടി പോലും പറത്തരുതെന്ന് പറഞ്ഞിരുന്നല്ലേടാ തെണ്ടി. കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തല. എടാ അലപരാതി, നീ വീണ്ടും ബസ് ഇറക്കിയല്ലേ? സ്നേഹം കൊണ്ട് പറയാം, മര്യാദക്ക് തിരിച്ചു പോയിക്കോ, അല്ലെ തടിയുടെ ഷേപ്പ് മാറും. നീ പോടാ കുളിരേ, ചുമ്മാ വിരട്ടാതെ. നിന്നെയൊക്കെ ഒതുക്കാൻ ഈ ഞാൻ ഒറ്റ ഒരുത്തൻ മാത്രം മതി. ഇന്ന് നിന്റെയൊക്കെ അന്ത്യയാത്രയാ, സൂക്ഷിച്ചോ. ഒന്ന് വിട് കുര്യപ്പ, ജോണിമോ പോയി പ്രതികരിക്കട്ടെ. പ്രതികരിക്കട്ടെ. എന്തായത് എന്തായത് എന്തായത്? എന്തായത്? ജോണി ചായ മനസ്സിലായില്ല. മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാകണം, മനസ്സിലാകണം. ജോണി ചായ ഇവിടെ നടന്നത് എന്തെന്ന് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായി കൊടുക്കായി. ഒന്നുകൂടെ പൊട്ടിക്കും. ഓക്കെ. ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നതില് തനിക്ക് പരാതി ഉണ്ടല്ലേ? ഉണ്ട്, എനിക്ക് പരാതി ഉണ്ട്. ആഹാ, നിനക്ക് പരാതി ഉണ്ടല്ലേ? ഇനി താൻ പരാതിപ്പെടുവോ? ഇല്ലേ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ജോണിമോനെ, ഇയാൾക്ക് ആസ്മ വലിവുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ആണോ ബാഹുലയ? വലിവുണ്ടോ? ഉണ്ട്. പൊടി പോയാ വലി വരുമോ? വരും. ഒന്ന് വലിച്ചു കാണിച്ചേ, ഞങ്ങൾ കാണട്ടെ. ഈ വലി ഒറിജിനൽ അല്ല. സത്യം പറ, തനിക്ക് വലിവുണ്ടോ? ഏയ്, ഇല്ലേ, ഈ വണ്ടി ഇതിലെ ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി പറഞ്ഞ. കള്ള, അപ്പൊ താൻ ഡൂപ്പടിച്ചതാണല്ലേ? പാവപ്പെട്ട വാമനപുരം നിവാസികളെയാണ് ഇയാൾ വഞ്ചിച്ചിരിക്കുന്നത്. ബാഹുലവ, ആസ്മ രോഗികൾക്ക് വേണ്ടിയുള്ള ഹൈദരാബാദിലെ മീൻ ചികിത്സയെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ? പറയാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. വയസ്സായി വരികയില്ലേ, ഈ വഴി ബസ്സൊക്കെ പോയി മണ്ണൊക്കെ പറഞ്ഞ് തനിക്ക് ആസ്മ വന്നാലോ? അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയി ഒരു ചികിത്സ ചെയ്യാം. എന്താ പ്രസിഡന്റ്? റെഡി. തങ്കപ്പാ, ഇവൻ ഹൈദരാബാദുകാരനല്ല, മെയ്ഡ് ഇൻ വാമനപുരം. വാമനപുരത്തെ ഗട്ടറിൽ വളർന്ന നല്ല ഒന്നാം തരം വരാൻ. നമുക്ക് ഇവനെ അങ്ങ് വിഴുങ്ങാം. അയ്യോ വേണ്ട. വാ തുറക്ക. വാ.
വലിവും തീർന്നു, വലിപ്പിക്കലും തീർന്നു. പതിരെ പിള്ള സാറിനെ കണ്ടു, അനുവാദം വാങ്ങിച്ചു. പിള്ള സാറോ? അതാരാ? ചന്ദ്രൻ പിള്ള സാറ്, ഞങ്ങളുടെ മുതലാളി, കാമധേന ബസ്സില്ലേ അതിന്റെ ഓണർ. അതായത് പിള്ള സാറിനെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാക്കപ്പനെ വിട്ടത്. സാറിന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഓട്ടനെ മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞു. വണ്ടി ഓടാ, right. ഞാൻ വന്ന് പെശക. ചാപ്പിടാതെ. നിന്റെ പേര് തോന്നു മത്താപ്പ്. ഇവന് പറ്റിയ പേര്. തലഭാഗത്ത് മരുന്നും ബാക്കി തീപ്പെട്ടി കമ്പും. നീ എത്ര തവണ ബസ് അല്ല് വെച്ച് തള്ളിയിട്ടു? എന്റെ ഈശോയെ, നീ ആകെ 5 ഇഞ്ചില്ലല്ലോടാ. എന്റെ മുഖത്ത് എന്ത് പ്രാന്ത്? മോനെ നീന്താൻ അറിയാം? അറിയില്ല. മുങ്ങാനാ? മുങ്ങാനാണെങ്കിൽ അറിയാം. എന്നാ മാമൻ മോന് നീന്ത പഠിപ്പിച്ചരാ. പോട്ടെ. ഓടാ. മോനെ ഇതിന്റെ ആഴം ഒന്ന് അളന്നിട്ട് വാ. കിടട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ഒറ്റയ്ക്ക് പോന്ന് ഷൈൻ ചെയ്യട്ടെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ, അല്ലേ? ഇന്ന് അവന്റെ കട്ട പുക. നീയാണോടാ കിളി? ഞാനല്ല. ഇനി ആരാടാ? അതാരാ? ഇതാര്? ജോണിക്കുഞ്ഞോ? ഈശോ മറിയം ഹൗസ് പിന്നെ ആരെന്ന് കരുതി? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റൂട്ടുകളിലെ പ്രശ്നം തീർക്കാൻ ഈ ജോണി തന്നെ വരണ്ടായോ? പിന്നെ ജോണിച്ച, നമ്മൾ അവസാനമായി കണ്ടിട്ട് കുറഞ്ഞത് ഒരു 7-7.5 വർഷമായി കാണും. ഈ സാറിന് എല്ലാം ഓർമ്മയുണ്ട്. അയ്യോ പിന്നെ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഈശോയെ, ഈ പാട് ഇതുവരെ പോയില്ലേ സാറേ? ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, ചാക്കപ്പൻ കേട്ടോട്ടെ. ഞാൻ കേട്ടോട്ടെ, കുഴപ്പമില്ല. ഇരിക്കെ ചാക്കപ്പ. ഓ. ഞാനന്ന് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലെ പ്രശ്നം തീർക്കാൻ പോയത്. അന്ന് സാറ് കാഞ്ഞിരപ്പള്ളിയിലെ എസ് അല്ലേ? അതെ. തലമൂത്ത ബസ് ഓണർ മുസ്തഫയെ ഞാൻ നാട് റോഡിലിട്ട് തല്ലി. അന്ന് മുസ്തഫയുടെ ചിക്കിലി മാറ്റോണ്ട് സാറിനെ തല്ലാൻ വന്നതാ. അന്ന് എന്റെ ലിവർ കൊണ്ട് കിട്ടിയ അടിയുടെ പാടായത്. ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, കേട്ടോട്ടെ. ഞാൻ കേട്ടോട്ടെ, ഞാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ, ജീവിക്കാനുള്ള ഓരോ തത്ര പാടേ. അകത്തെന്ത് പടിയേ? അല്ല, ഈ പഴയ കത്തള പിത്തള കളിയൊക്കെ ഉണ്ടോ? എന്തായി സ്ലോ മോഷൻ കാർത്തിയാനി? ജോണിക്കുഞ്ഞ് പതുക്കെ പതുക്കെ. ചാക്കപ്പൻ കേട്ടോട്ടെ, ചാക്കപ്പൻ കേട്ടോട്ടെ. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ഒരു കാര്യം ചെയ്യും. പിന്നെ ഞാനൊരു ലോങ് ലീവ് എടുത്ത. ലോങ് ലീവാ? എന്തിന്? ഒരു വശത്ത് ജോണിക്കുഞ്ഞ്, മറുവശത്ത് ബാഹ്ലയൻ, ഞാൻ ഇടയിൽ കിടന്ന് ചളുങ്ങു. അപ്പോ ലോങ് ലീവാ നല്ലത്. മോന്റെ ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്തു. എനിക്കൊന്നും കാണാൻ മേലേ. പോവാ. അടി കൊടുത്തില്ലേ? ഈ ജോണിക്കുഞ്ഞ് എന്ത് തെറ്റാണോ ചെയ്തത്? പാവപ്പെട്ട ഈ നാട്ടുകാർക്ക് വേണ്ടി ബസ്സിറക്കാൻ ശ്രമിച്ചതോ? ഈ ജോണിക്കുഞ്ഞെ ഈ നാട്ടുകാരെ കണ്ണിലുണ്ണിയാ. ഇതൊന്നും അല്ലല്ലോ നമ്മളടുത്ത് പറഞ്ഞിട്ട് വേറെ ഒരു. ഇനി ജോണിക്കെതിരായിട്ട് ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ ആദ്യം പിടിച്ച് ലോക്കപ്പിൽ കയറ്റുന്നത് പരാതിക്കാരനെയായിരിക്കും.
നിക്കടാ അവിടെ. ഈ ചാക്കപ്പൻ എന്റെ നാട്ടുകാരനാ. ഈ ഞാൻ ഈ ജോണിച്ചന്റെ കൂട്ടുകാരനാ. ഈ ജോണിച്ചൻ ഈ നാട്ടുകാരുടെ കൂട്ടുകാരനാ. ഒരേ കൂടിപ്പോയത് സംശയം. കൂട്ടുകാരനാന്ന് ഇഷ്ടപ്പെട്ടു. പകൽപൂരം. അപ്പൊ ജോണി കുഞ്ഞേ, ആ. ലോങ് ലീവ്. ആയിക്കോട്ടെ. അപ്പനെ കയറി അവസരപ്പെന്ന് വിളിച്ചാലുണ്ടല്ലോ ഇടിച്ച പരിപ്പെടുത്തുകളെ റാസ്കൽ. ഇങ്ങോട്ട് മാറാം. 1.5 ഇഞ്ച്. അയ്യോ ഇതെന്ത് കഥ? അപ്പപ്പ കണ്ടവനെ അപ്പാന്ന് വിളിച്ച ഔസേപ്പച്ചൻ, അത് തന്നെ കഥ. വിട്ടോടാ. പോയോ ജോണി? സമ്മതിച്ചു ജോണി കുഞ്ഞെ, സമ്മതിച്ചു. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാനിങ്ങ് വരണ്ടു പോയി. ഇതെങ്ങനെ സാധിച്ചു? നിസ്സാരമല്ലേ? ആ ഔസേപ്പിന്റെ ഇടത്തെ തെറ്റേക്കാണെന്ന മകരവിളക്കുണ്ടല്ലോ, അത് ആശം പണ്ടൊന്ന് പൂശിയല്ലേ? അയ്യോ ദിവ്യൻ. പ്രസിഡന്റ്, നാളെ തന്നെ നമ്മൾ ബസ് ഇറക്കാൻ തീരുമാനിച്ചു. ഞാൻ തന്നെ നേരിട്ട് കണ്ട് എല്ലാവരും ക്ഷണിക്കാം. അയ്യോ അയ്യോ, ഞാൻ ഇതിനൊക്കെ ഞാനൊരു വര. അതൊക്കെ പിന്നെ. എനിക്ക് പോയി. അയ്യോ മാലയും ഒക്കെ കൊടുക്ക. രക്ഷിച്ചു. ടാറിങ്ങിന് അനുമതി കിട്ടി. ഇതാണ് വലിയ കാര്യം. അയ്യോ അതൊരു നിസ്സാര കാര്യമല്ല ജോണിക്കുഞ്ഞെ. ജോണിക്കുഞ്ഞു ഈ നാടിന്റെ രക്ഷകനാണ്. നോക്കിക്കോ, ഇന്ന് ജോണി മോന് ഞങ്ങളൊരു സ്വീകരണം ഒരുക്കും. ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ ജോണിക്കുഞ്ഞിനെ ഞങ്ങൾ ഒരുക്കുന്ന അതിഗംഭീര സ്വീകരണം. ജോണിക്കുഞ്ഞ് മോളെ സ്വീകരണം ഒന്നും വേണ്ട. ഇന്നത്തോടെ ഞങ്ങളുടെ ജോലി തീർന്നല്ലോ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ തിരിച്ചു തിരിച്ചു പോവേ. ജോണിക്കുഞ്ഞിനെ അങ്ങനെയൊന്നും ഞങ്ങൾ വിടില്ല. എന്താ അത്ര ധൃതി? എന്റെ അപ്പോയേട്ടാ, ഈ വാമനപുരം പോലെ ഒരുപാട് ബസ് റൂട്ടുകൾ ഈ ജോണിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് ഈ ജോണി ചെന്നെത്തിയേ തീരൂ. എന്തായാലും കുറച്ചു ദിവസം ജോണിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ നിന്നേ തീരൂ. ജോണിക്കുട്ട, മോൻ ചെയ്ത ഉപകാരത്തിന്റെ വില എന്താണെന്ന് മോന് മനസ്സിലായി കാണില്ല. ഒരു സാധു പഞ്ചായത്ത് പ്രസിഡന്റ് ജീവിതാഭിലാഷമാണ് സാധിച്ചതെന്ന്. അതുകൊണ്ട് മോൻ 2 ദിവസം കൂടി ഇവിടെ നിൽക്കണം. നിന്നേ പറ്റൂല്ലെങ്കിൽ ഞാൻ ചാവും. എനിക്കൊന്നും കേൾക്കണ്ട. മറ്റന്നാ എന്റെ മകളുടെ വിവാഹമാണെന്ന് അറിയാലോ. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടുന്നു. പിറ്റേന്ന് രാവിലെ എന്റെ മോടെ കല്യാണം കൂടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജോണി മോനെ യാത്ര. പക്ഷേ ഒരു പക്ഷേ പ്രസിഡന്റ് പറഞ്ഞ അതിന്റെ മറുത്ത് പറയരുത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ എന്റെ സന്തോഷത്തിന് വേണ്ടി ജോണി മോനി ചിരി കഴിച്ചിരിക്കും. ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും എന്റെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ഒന്നിച്ചു കൂടുന്നു, ഒരുമിച്ച് കൂടുന്നു. ജോണി മോനെ, കൺട്രോൾ കൺട്രോൾ കൺട്രോൾ.